എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നൊരു ഐറ്റാണല്ലേ നേന്ത്രപ്പഴം. നമുക്കിന്നേ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടായാലോ ഇന്നത്തെ വിഭവം. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാട്ടോ ഇത് കൊടുത്താൽ. അപ്പോഴേ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ. ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതേ ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പുഴുങ്ങിയിട്ട് അരച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ 1.25 കപ്പോളം ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ പൊടികൾ ചേർക്കുന്നിടത്ത് വ്യത്യാസം വരും കേട്ടോ. ഒരിക്കലും ഭയങ്കര ടൈറ്റിൽ കുഴക്കും വേണ്ട, എന്നാൽ ഭയങ്കര ലൂസും ആകാൻ പാടില്ല. നല്ല ലൂസായി പോയാലേ ഇത് നമുക്ക് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ടൈറ്റായി പോയാൽ നല്ല കട്ടിയായി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഇതുപോലെ അല്പാൽപമായിട്ട് തന്നെ ഇട്ടിട്ട് നോക്കിയാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ ചേർക്കേണ്ട. ചിലപ്പോൾ ഞാൻ ചേർത്ത അത്രയും അളവ് നിങ്ങൾക്ക് വേണ്ടി വരില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഒരു ഉറപ്പ് കിട്ടണം. അപ്പോൾ ആ ഉറപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. ബോൾ തന്നെ ആവണമെന്നും ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങളിതുപോലെ ബോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞതാക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ ആ ഒരു സൈസ് നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. ഞാൻ ചെയ്തപ്പോൾ തന്നെ കുറച്ച് വലിപ്പം കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ വലുതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ചെറുതാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോൾസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാമോളം ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ എനിക്ക് മധുരം നോക്കിയപ്പോൾ പോരാന്ന് തോന്നിയുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 500 ഗ്രാമോളം എടുക്കട്ടോ ഈ ഒരു അളവിലേക്ക്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പായി വരുന്ന സമയത്ത് ഇതിലേക്ക് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതൽ ചേർക്കുന്നവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നമുക്കിത് വറുത്തതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ആ ബോൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട ഉടനെ തന്നെ നിങ്ങൾ താവിയിട്ട് ഇളക്കരുത് കേട്ടോ, കാരണം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ആദ്യം ഒന്ന് തിളച്ച് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പൊട്ടി പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല, ഒന്ന് തിളച്ച് പോയാൽ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഈ ഒരു ബോൾ നല്ലപോലെ വെന്ത് വരണം കേട്ടോ. ആ രീതിക്ക് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ തുറന്ന് കൊടുക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം. വെന്ത് കഴിഞ്ഞിട്ടും ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലേ നമ്മളിത് തുറന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ശർക്കര പാനിയൊക്കെ കുറച്ച് ഡാർക്ക് കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്നൊന്ന് ചൂടായാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കാഷ്യൂനട്ട് റൈസിൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ സംഭവം റെഡി കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോഴേ നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയോളൂ. നേന്ത്രപ്പഴം എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഐറ്റമല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.